റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പൂർത്തിയായി. 3 ആഴ്ചയായി തുടരുന്ന സമരത്തിന് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായത്. കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം വിതരണക്കാരുടെ സമരം തീർന്നാലും പ്രതിസന്ധി തീരില്ല. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിടുന്നതിനാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കാനാകില്ല. എന്നാൽ റേഷൻ വിതരണത്തിന് മറ്റു വഴി തേടുമെന്നാണ് സർക്കാർ പറയുന്നത്. 15 കോടിയോളം കുടിശ്ശികയുണ്ടെന്ന് കാട്ടിയാണ് വാതിൽപ്പടി വിതരണക്കാർ കഴിഞ്ഞ 3 ആഴ്ചയകം സമരം ചെയ്യുന്നത്. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നവരാണ് സമരം ചെയ്യുന്നത്. ഒരു തവണ ഭക്ഷ്യമന്ത്രി GR അനിലുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമാകാതെ പിരിഞ്ഞു. ഇന്ന് നടത്തിയ ചർച്ചയിൽ ഭാഗികമായി കുടിശ്ശിക കൊടുത്തു തീർക്കുവാനാണെന്ന് അറിയിച്ചതോടെയാണ് സമരത്തിൽ നിന്നും ഇവർ പിന്മാറിയത്. സമരം ആയതിനാൽ ഇത്തവണ പുതിയ സ്റ്റോക്കുകൾ എത്തിക്കാനായിരുന്നില്ല. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ കടയടച്ചിട്ട് സമരത്തിലേക്ക് കടക്കുകയാണ്. കട അടയ്ക്കുന്നതിനാൽ വിതരണക്കാർക്ക് പുതിയ സ്റ്റോക്കുകൾ കടകളിലേക്ക് എത്തിക്കാനുമാകുകയില്ല.